കുറെ കോമ്പറ്റീഷൻ ഇവിടെ കേരളത്തിൽ നടക്കുന്ന എല്ലാ കോമ്പറ്റീഷനുകളിലും, അതായത് ചെറുകടി ആണെങ്കിലും അല്ലെങ്കിൽ ലേഖന മത്സരമാണെങ്കിലും അങ്ങനെ എല്ലാ കോമ്പറ്റീഷനുകളിലേക്കും ഞാൻ എൻട്രി അയക്കാറുണ്ട്. അത് പ്രൈസ് കിട്ടുമോ പ്രൈസ് കിട്ടില്ലേ എന്നൊന്നും നോക്കിയിട്ടല്ല, ഞാൻ എഴുതും, അയച്ചു കൊടുക്കും. അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു എനിക്ക്. പക്ഷെ പിന്നെ ഞാൻ എഴുത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഇനിയിപ്പോ എന്റെ ഭാഷ എന്ന് പറയുന്നത് ജനങ്ങളെ ഏറ്റെടുക്കുമോ, ഞാൻ എഴുതുന്നത് മനസ്സിലാവോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കലെ ഞാൻ മനസ്സിലാക്കി, സ്വന്തം ജീവിതത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ നമ്മൾ ആദ്യമായിട്ട് എഴുതുകയാണെങ്കിൽ അത് ഓഡിയൻസ് ആയിട്ട് അല്ലെങ്കിൽ വായനക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതിനു മുൻപ് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഞാൻ എഴുതാറുണ്ടായിരുന്നു. അപ്പൊ ആ അനുഭവക്കുറിപ്പുകൾക്ക് വ്യാപകമായിട്ടുള്ള രീതിയിൽ പ്രശസ്തി കിട്ടിയിരുന്നു. അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് കമന്റ്സ് പറയുമായിരുന്നു, ഒരുപാട് ആളുകൾ നല്ലത് എന്ന് പറയുമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഓർമ്മക്കുറിപ്പുകളാവട്ടെ ആദ്യം, അപ്പൊ അത് നല്ല രീതിയിൽ ജനങ്ങളെ ഏറ്റെടുക്കും എന്ന് തോന്നി. അതുപോലെ തന്നെ സംഭവിച്ചു. ഇപ്പോ എന്നേരം തുഴഞ്ഞ് ബെസ്റ്റ് സെല്ലറാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഈ രണ്ടാമത്തെ പുസ്തകം കതിരാളൻ, അതും ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ടു. അതിന് സന്തോഷമുണ്ട്. അത് ഏറ്റെടുക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ആശംസകൾ നേരുന്നു. ഈ എഴുത്ത് ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും എനിക്കൊന്ന് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപാണെന്ന് തോന്നുന്നു ഈ എന്നേരം തുഴഞ്ഞ് അതുമായി ബന്ധപ്പെട്ട എന്റെ എഴുത്ത് ജീവിതം എന്നൊരു ബ്ലോഗ് ചെയ്തതല്ലേ. അതിനകത്ത് ശരിക്കും പറയുന്നുണ്ടായിരുന്നു, സ്കൂൾ കോളേജ് സമയത്തൊക്കെ എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ലായിരുന്നു. കാരണം പഠിക്കുന്നുണ്ടായിരുന്നു, കിട്ടുന്ന കോമ്പറ്റീഷനിലെല്ലാം ഞാൻ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴാണൊന്ന് ഫ്രീ ആവാൻ സമയം കിട്ടിയെന്നുള്ളത്. ഇത്രയും വളർന്നു, ജോലിയായി, അതിനിടയ്ക്ക് കൃഷിയും എഴുത്തും മറ്റു കാര്യങ്ങളും ഉള്ള ഒരാളാണ് ഇത്രയും ഫ്രീ ആയി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസിലേക്ക് കയറുന്നത്. ഇപ്പൊ ശരിക്കും ബിസി ആയിട്ടുള്ള ലൈഫ് അല്ലേ? അപ്പോൾ സാധാരണക്കാരനാണോ സെലിബ്രിറ്റി ആണോ? എങ്ങനെയാണ് സ്വയമായിട്ട് വിലയിരുത്തുന്നത്? ഒരു കാലത്തും ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ ഒരു തൃശ്ശൂരത്തെ ഒരു ലോക്കൽ ചാനലിൽ ന്യൂസ് റീഡർ ആയിരുന്നു, ഞാൻ ആങ്കർ ആയിരുന്നു. അപ്പം കോളേജ് കഴിഞ്ഞ് നേരെ ന്യൂസ് റീഡിങ്ങിന് വേണ്ടി പോകുമായിരുന്നു. അതിന്റെ കൂടെ തന്നെ കോളേജില് എല്ലാവിധ കോമ്പറ്റീഷനുകളിലും ഞാൻ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ നമുക്കതിന് പ്രൈസ് കിട്ടില്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ മലയാളത്തിൻ്റെതായിട്ടുള്ള എല്ലാ കോമ്പറ്റീഷനുകളിലും ഞാൻ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോലി കിട്ടി. പിന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോകേണ്ടി വന്നു. ആദ്യത്തെ ബാങ്കിലായിരുന്നപ്പോൾ ആദ്യത്തെ പോസ്റ്റിംഗ് ഹൈദരാബാദ് ആയിരുന്നു, പിന്നെ ഗുൽബർഗ, അങ്ങനെ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് എനിക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പോഴൊക്കെ അതും ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ആ സമയത്തും ബിസി ആയിരുന്നു. അതിനുശേഷം പിന്നെ അപ്പോഴും കോമ്പറ്റീഷനുകളിൽ എഴുതുമായിരുന്നു. അല്ലെങ്കിൽ 2 തവണ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് നടത്തിയ മികച്ച യുവ എഴുത്തുകാരുടെ സെഷനിലേക്ക് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ബിസി ആയിരുന്നു. അതിനുശേഷം പിന്നെ ഗവൺമെന്റ് സർവീസിൽ ജോലിക്ക് കയറി, അപ്പോഴും ബിസി ആയിരുന്നു. അതിനുശേഷം ലീവ് എടുത്ത് 2 ബുക്ക് എഴുതി. പിന്നെ റിയാലിറ്റി ഷോയിൽ വന്നു, അപ്പോഴും ബിസി ആയിരുന്നു. പിന്നെ അതിനുശേഷം ഇങ്ങനെ ഓരോരോ പ്രോഗ്രാമുകളും അതുപോലെ സെഷൻസും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും ബിസിയാണ്. എല്ലായ്പ്പോഴും ബിസി ആയിട്ട് ഇരിക്കാനാണ് എനിക്ക് ഇഷ്ടം.